ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായില്ല. എന്തായാലും ന്യൂ വീഡിയോ ഇടാൻ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഡെയിലി ന്യൂ വീഡിയോസ് പ്രതീക്ഷിക്കാം. അതിലും ത്രിപുരധാരി ബാർബറിക് എന്ന് പറഞ്ഞതിൻ്റെ ട്രെയിലർ വന്നിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുന്നത്തെ അപ്ഡേറ്റ് ആണ്. അതേമാതിരി തന്നെയാണ് കിഷ്കിന്താപുരി എന്ന് പറഞ്ഞതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 2.5 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും കുറച്ച് മുന്നത്തെ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞതിൻ്റെ ഓഡിയോ റൈറ്റ്സ് ടി സീരീസ് ആണ് എടുത്തിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി പടത്തിലത്തെ മനോഹരി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും അതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ട് ഒക്കെ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വന്ദാദി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് പുറത്തിറങ്ങിയിരുന്നു ആമസോൺ പ്രൈമിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ സീസൺ 2 വരാൻ പോവാണ്. അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശശികുമാർ, അപർണദാസ്, അനഘ ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നു. 2026 സീരീസ് പുറത്തിറങ്ങുക. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് ലഭ്യമായിട്ടുള്ളത്. അതിന് മലയാളം കണ്ടില്ല ഞാൻ എവിടെയും. ഇനിയിപ്പോൾ ഉണ്ടാകുന്നുള്ള അറിയത്തില്ല. എന്തായാലും നോക്കി നോക്കുക. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിടത്തിൻ്റെ OTT റിലീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആമസോൺ പ്രൈമിലൂടെ ഓഗസ്റ്റ് 20 എന്തായാലും ഇത് തെലുങ്ക്, തമിഴ്, മലയാളം എന്ന് പറഞ്ഞ 3 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ മാരീസ എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകളിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദ വേൾഡ് ഓഫ് പർദ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 3 രീതിയിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടവർക്ക് കണ്ടോക്കാൻ മാത്രം. എന്തായാലും പടം 1 മുതൽ റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലത്തെ തിയേറ്റേഴ്സ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. വെഫറൽ ഫിലിംസാണ് ഇത് ഇവിടെ എത്തിക്കുന്നത്. പിന്നെ ഭീഷ്മർ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനാണ് മെയിൻ കഥാപാത്രമായിരുന്നത്. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി. ഒരു കോമിക് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, ദിവ്യാപിള്ള ഉണ്ട്, ഉണ്ണിലാലുണ്ട്, ഷാജു ശ്രീധർ ഉണ്ട്, അഖിൽ കവലിയൂരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. വായിക്കാൻ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആവും. എന്തായാലും ഇതിൻ്റെ പോസ്റ്ററും അതേമാതിരി പൂജ നടന്നതിൻ്റെ സ്റ്റിൽസും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ കന്യാകുമാരി എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിസ് എന്ന് പറഞ്ഞിടത്തിൻ്റെ റിലീസ് സെപ്റ്റംബർ 19 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. കവി അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞിടത്തിലത്തെ സെൽവരാഘവൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തമറ ഭൈരവൻ എന്നുള്ള രീതിയിലാണ് പടത്തിലത്തെ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ പീസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് HBO മാക്സിലൂടെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സീസൺ 2 ആണ്. പിന്നെ 18 മൈൽസ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ കോൾഹിം മോജി എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രിയങ്ക മോഹൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും ആളുടെ പടത്തിലത്തെ പേര് കൊടുത്തിട്ടുള്ള കൺമണി എന്നുള്ള രീതിയിലാണ്. പിന്നെ കാന്താര ചാപ്റ്റർ 1 ലെജൻഡ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഗുൽഷൻ ദേവയ്യയുടെ പേര് കുലശേഖര എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2ാമത്തെ ക്യാരക്ടർ പോസ്റ്ററാണ് വരുന്നതെന്നുണ്ട്. പിന്നെ AGS എൻ്റർടൈൻമെൻറ്റിൻ്റെ 28ാമത്തെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കിങ് അർജുനാണ് മെയിൻ കഥാപാത്രമായിരുന്നത്. പ്രീതി മുകുന്ദനും അഭിരാമിയും വേറെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. രവി ബസ്രൂറാണ് മ്യൂസിക് ചെയ്യുന്നത്. സുഭാഷ് കെ രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളതും ഡയറക്ഷൻ ചെയ്യുന്നു. എന്തായാലും ഇതിൻ്റെ കുറേ ഫോട്ടോസും സ്റ്റിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ സ്ക്രീനിൽ ചറവറ കാണിച്ചു പോകാം. പിന്നെ ദൃഢം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്. ഷൈനികമാണ് പടത്തിൽ മെയിൻ കഥാപാത്രമായിരുന്നത്. എന്തായാലും പോലീസ് ക്യാരക്ടറാണ് ആൾ ചെയ്യുന്നത്. പിന്നെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ട് നിഖിലവൈമൽ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ ഉണ്ട്. ഫയലിംഗ് സൂൺ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ട് കേരളമാകെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വിഹിതം അല്ലെങ്കിൽ അവിഹിതം എന്നുള്ള രീതിയിൽ വായിക്കാവുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നാഗാർജുനൻ്റെ 100ാമത്തെ പടം വരാൻ പോവാണ്. ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ ആയിട്ട് ഇറങ്ങാൻ പോണ പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ആർ.എ. കാർത്തിക് എന്ന് വെച്ചാൽ ഇതും ഒരു വാനം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡയറക്ഷൻ ചെയ്ത ആളാണ് ഇതെടുക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് 29 ആയിട്ട് ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. നോക്കി നോക്കാം വരില്ല എന്നുള്ളതൊക്കെ. പിന്നെ ജോജു ജോർജിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അത് വേറെ ഒന്നല്ല, വരവ് എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഷാജി കൈലാസാണ് പടം എടുക്കുന്നത്. എന്തായാലും എഴുതിയിട്ടുള്ള AK ഷാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും ഒരു ആക്ഷൻ ഫിലിം തന്നെ ആയിരിക്കും ഇതും. പിന്നെ തമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ദിവാലിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആയുഷ്മാൻ ഖുറാന, അതേമാതിരി നവാസുദ്ദീൻ സിദ്ദീഖ്, ലക്ഷ്മി വന്ദന അവരൊക്കെ മെയിൻ കഥാപാത്രമായിരുന്ന പടമാണ്. ടീസർ കുഴപ്പമില്ലാത്ത ടീസറായിട്ടാണ് തോന്നിയത്. പിന്നെ 45 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസംബർ 25 റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. രാജ്ബി ഷെട്ടി, ഉപേന്ദ്ര, രാജ്കുമാർ അവരൊക്കെ മെയിൻ കഥാപാത്രമായിരുന്ന പടമാണ്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മേക്കേഴ്സ് എടുക്കുന്ന അടുത്ത പടം. ആ പടത്തിലേക്ക് കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, വേണ്ടവർക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. ഓഗസ്റ്റ് 29 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ഇൻസ്പെക്ടർ റിസൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്താക്കുന്ന പടം. നെറ്റ്ഫ്ലിക്സിൻ്റെ പടം തന്നെയാണ്. ആ പടം സെപ്റ്റംബർ 5 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അർജുൻ ദാസ് മെയിൻ കഥാപാത്രമായിരുന്ന പടമാണ്. ഈ പടത്തിലത്തെ വീഡിയോ സോങ് വരാൻ പോവാണ് ഇന്ന് 5 മണിക്ക്. ഇന്നും എത്ര കാലം എന്നുള്ള രീതിയിലാണ് പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൽമാൻ്റെ അടുത്തതായിട്ട് റിലീസാകാൻ പോകുന്ന ഒരു പടമാണ് ബാറ്റിൽ ഓഫ് ഗൽവ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടെ തന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റില്ലായിട്ടാണ് തോന്നി. ഞാൻ സ്ക്രീനിൽ കാണിക്കാം എന്തായാലും. പിന്നെ മാ എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. കണ്ടവർക്ക് കണ്ടോക്കാം. പിന്നെ ബാഗി 4 എന്ന് പറഞ്ഞ പടത്തിലത്തെ ബാലി സോനി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കമ്മട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. എന്തായാലും ZEE5 സെപ്റ്റംബർ 5 ഇത് പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബല്ലഡ് ഓഫ് എ സ്മോൾ പ്ലെയർ എന്നുള്ള രീതിയിലൊരു പടം വരുന്നുണ്ട്. എന്തായാലും ഈ പടം തിയേറ്റേഴ്സിൽ ഒക്ടോബർ 15 വരിക. സെലക്റ്റഡ് തിയേറ്റേഴ്സിൽ മാത്രമേ വരുള്ളൂ. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 29 സംഭവം കിട്ടും. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ആശീർവാദ സിനിമാസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പുറത്ത് AP ഇൻ്റർനാഷണലാണ് എത്തിക്കുന്നത്.
പിന്നെ ഓവർസീസിൽ റിലീസ് എത്തിക്കുന്ന ആശീർവാദ സിനിമാസ് തന്നെയാണ്. പിന്നെ GCCയിലത്തെ റിലീസ് ഫാസ്റ്റ് ഫിലിംസും, UK-ലത്തെ യൂറോപ്പിലത്തെ RFTയും, അതുമാതിരി US-ലത്തെ പ്രൈം മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും, പിന്നെ കാനഡയിൽ യോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറും, അതുമാതിരി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റെസ്റ്റ് ഓഫ് വേൾഡ് അത് സൈബർ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സിംഗപ്പൂരത്തെ ദ കോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ പടത്തിലത്തെ വെൻമതി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയായിരുന്നു. പിന്നെ പടത്തിന് ക്ലീൻ ന്യൂസ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വിശാലിൻ്റെ 35ാമത്തെ വിശാൽ 35 എന്ന് പറഞ്ഞ പടത്തിൽ 5 ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചിരഞ്ജീവിയുടെ ബർത്ത്ഡേ ആയിട്ട് ചിരു ബോബി അഗൈൻ എന്നുള്ള രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. KVN പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ. അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. ചിരഞ്ജീവിയുടെ 158ാമത്തെ പടമായിട്ടാണ് ഈ പടം വരാൻ പോകുന്നത്. എന്തായാലും 157ാമത്തെ പടം എന്ന് പറയുന്നത് അനിൽ രവിപുട്ടി എടുക്കുന്ന പടമാണ്. ഈ പടത്തിന് പേര് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മനശങ്കര വര പ്രസാദ് കാരു എന്നുള്ള രീതിയിൽ വലിയ പേരാണ്, അതുകൊണ്ട് നിർത്തിയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ വന്നിരുന്നു. 2026 പൊങ്കലിന് അല്ലെങ്കിൽ സംക്രാന്തിക്ക് പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണേണ്ടവർക്ക് കണ്ടോക്കാം, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിശംബര എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തായിട്ട് ചിരഞ്ജീവിയുടെ റിലീസിന് എത്താൻ പോണ പടം. അവിടത്തിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ കുറച്ച് മുന്നേ പുറത്തിറങ്ങിയാണ്. എന്തായാലും ഈ ഗ്ലിംസ് 17 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ ഭാഗത്തുനിന്ന് ബർത്ത്ഡേ വിഷൻ്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിരഞ്ജീവിയും ശ്രീകാന്ത് തൊണ്ടയിലും കൂടിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബർത്ത്ഡേ വിഷൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും വെച്ചിട്ട് അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടത്തിൽ വിജയ് സേതുപതി ഒരു ക്യാമിയോ ചെയ്യുന്ന രീതി കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വന്നേക്കാം. വില്ലൻ റോളൊന്നും ആവാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് ക്യാമിയോ ആവാൻ തന്നെയാണ് ചാൻസ് ഉള്ളൂ. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 25 2026 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ടൈറ്റിൽ രീതിയിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അത് ഈ ഓഗസ്റ്റ് ലാസ്റ്റിലായിട്ട് ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. പടത്തിൻ്റെ പേര് ഡ്രാഗൺ എന്നുള്ള തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി മാറ്റം എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഷൂട്ടാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് റാപ്പായി എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ നോർത്ത് ഇന്ത്യയിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് പെൻ മരുദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്ബി ഷെട്ടിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള കണക്ഷനാണ്, അറിയാലോ. അതേമാതിരി തമിഴ്നാട് റിലീസിന് എത്തിക്കുന്നത് AGS സിനിമാസാണ്. അതേമാതിരി ആന്ധ്രാപ്രദേശ് തെലങ്കാന സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് അതാവാൻ തന്നെ വഴിയുള്ളൂ. അതും ഇപ്പോൾ നേരത്തെ ലൈറ്റർ ബുദ്ധൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ പടത്തിന് 6 days to go പോസ്റ്റർ ഉണ്ട്. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ വേറൊരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട് ഓഗസ്റ്റ് 28 റിലീസ് ചെയ്യുന്ന അറിയിച്ചുകൊണ്ട്. ഇത് നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി. പിന്നെ പടത്തിന് UBAR സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട് സെൻസറിങ് കഴിഞ്ഞിട്ട്. പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞു കൊടുക്കുന്ന 2 മണിക്കൂറും 30 മിനിറ്റാണ്. ഇതിന് ട്രെയിലർ പടത്തിന് വരും എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ ഇതിൽ നെസ്ലൻ ഗഫൂറിൻ്റെ പേര് സണ്ണി എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ട്. കല്യാണ പ്രദർശൻ്റെ പേര് ചന്ദ്ര എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചന്തു സലീംകുമാറിൻ്റെ പേര് വേണു എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സാൻഡി മാസ്റ്ററിൻ്റെ പേര് എസ്റ്റിയപ്പ ഗൗഡ എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അരുൺ കുര്യൻ്റെ പേര് നെയ്ജിൽ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു, തനി ലോക മുറക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. പ്രൊമോ സോങ് ആണ്, നല്ല രസമുള്ള പാട്ടായിട്ടാണ് തോന്നിയത്, ഒരു വെറൈറ്റി സംഭവമാണ്. പിന്നെ ദുൽഖർ സൽമാൻ്റെ അയം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഞാൻ ആസിതായിട്ട് എടുക്കുന്ന പാടാണ്. ഈ പടത്തിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, മിസ്കിൻ പറഞ്ഞിട്ടുള്ളവരാണ്. മിസ്കി ഈ പടത്തിൽ ഒരു ബ്രൂട്ടൽ വില്ലനായിട്ടാണ് അഭിനയിക്കുന്നതെന്നുള്ള രീതിയിൽ ആളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും പിന്നെ സൂര്യയുടെ ഒരു പുതിയ ലുക്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. എന്തായാലും സൂര്യ 46 ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പടത്തിൽ ആളുടെ അച്ഛനായിട്ട് അനിൽ കപൂർ വരുന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ആളുടെ പേര് ഇതിൽ വിശ്വനാഥൻ എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പടത്തിൻ്റെ ഒരു പേര് പറഞ്ഞു കേൾക്കുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നുള്ള രീതിയിലാണ്, ചിലപ്പോൾ അങ്ങനെ അയക്കാം. പിന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിനെത്താൻ പോകുന്ന October 17 അറിയിച്ചിട്ടുണ്ട്. പ്രതിരംഗനാഥൻ അടുത്തായിട്ട് റിലീസിനെത്താൻ പോകുന്ന പടമാണ്. എന്തായാലും ഇതിന് ഫസ്റ്റ് പഞ്ച് ചിലപ്പോൾ ടീച്ചറായിരിക്കാം, എന്താണെന്നുള്ള അറിയത്തില്ല. അത് ഓഗസ്റ്റ് 27 വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞതിൻ്റെ അപ്ഡേറ്റ് ഇന്നലെ 6/3 വരും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഡ്യൂഡ്സ് ഫസ്റ്റ് ഗിയർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സിംഗിളാണ് ഊറും ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് 28 വരാൻ പോകണം, ഈ ഓഗസ്റ്റ് 28. സായബ് ബെൻകറാണ് എന്തായാലും പടത്തിന് മ്യൂസിക് ചെയ്യുന്നത്, നന്നാവുന്ന പ്രതീക്ഷിക്കാം. പിന്നെ മഹാവതാര നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടം 278 കോടിയിലും കൂടുതൽ നേടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ്റെ പടം, ഈ പടത്തിൽ അനിരുദ്ധമായിരിക്കും മ്യൂസിക് ചെയ്യാന്നുള്ള കേട്ടിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ആൾ ഓൺ ബോർഡ് ആയിട്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി നായികയായിട്ട് റുക്മിനി വസന്ത് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ഓൺ ബോർഡ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ഇനി മിറേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു, ദ വെർസറ്റൈൽ പെയർ റിട്ടേൺസ് എന്നുള്ള രീതിയിൽ. നിശാഭരണമാലകളിലും അസുവിലും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. തെല്ലിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജിത്തു ജോസഫാണ് പുറത്തെടുത്തിട്ടുള്ളത്. ടീച്ചർ കണ്ടിട്ട് സംഭവം കളിക്കുന്നതാണ് തോന്നുന്നത്. ജിത്തു ജോസഫ് ഫസൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, വെങ്കട് പ്രഭു ചെയ്യുന്ന പോലെ. പിന്നെ അമൽനീരത് അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടം നെസ്ലിന്, ശ്രീനിധി വാസി, സൗബിൻ ഷാർ ഇവരെ 3 ആൾക്കാരൊക്കെ വെച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഷൂട്ട് ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്, 2025 തന്നെ. അതേമാതിരി 2026 ഏപ്രിൽ സമ്മർ ടൈമിലൊക്കെ ആയിട്ട് പടം റിലീസാവുന്നുള്ള കേൾക്കുന്നുണ്ട്. ഏകദേശം ബാച്ചിലർ പാർട്ടിയുടെ അതേ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുള്ള പടമായിരിക്കും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള അറിയത്തില്ല, എന്തായാലും നോക്കി നോക്കാം. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് SS രാജമൗലി എടുക്കുന്ന പടം. ഈ പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നവംബറിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റിവീൽ എന്നുള്ള രീതിയിൽ ഗ്ലോബ് ട്രോട്ടർ എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായത്. ജെയിംസ് കാമറോൺ ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്.
എന്നുവെച്ചാൽ ജെയിംസ് ക്യാമറോൺ എടുത്തിട്ടുള്ള അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസംബർ 19 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ആൾ വരും. അപ്പോൾ ആ ടൈമിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കേൾക്കുന്നത് ഇതിൽ നോക്കി നോക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞാൽ 300.50 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് കഴിയുമ്പോൾ കുറവാണ് പടത്തിന് കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്ത ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഈ 300.50 കോടി എന്ന് ഇവർ പറഞ്ഞത് 303 ആയിട്ടുള്ള നല്ല രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 300 എന്ന് പറഞ്ഞ് ചിലപ്പോൾ വെറുതെ കയറ്റിയിട്ടതായിരിക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഓവർസീസിൽ നിന്ന് ഫസ്റ്റ് ഡേയിൽ നേടിയിട്ടുള്ള 8.75 മില്യണിനും കൂടുതലാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴ് ഫിലിംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓവർസീസിൽ നിന്ന് ഫസ്റ്റ് ഡേയിൽ കളക്ഷൻ കിട്ടുന്ന പടമായി മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ പെട്ടെന്ന് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കൂടിയിട്ട് 1 മില്യൺ ആവുന്ന പടമായി മാറിയിട്ടുണ്ട് ഈ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ അതേമാതിരി തന്നെ 151 കോടിയാണ് ഫസ്റ്റ് ഡേയിലത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പടത്തിൻ്റെ. എന്നുവെച്ചാൽ ജിയോയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. ജിയോ 148.7 അങ്ങനെ എന്തോ ആയിരുന്നു കണക്ക്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് തകർത്തിട്ട് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തമിഴ് പടമായി മാറിയിട്ടുണ്ട് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള 151 കോടി. എന്തായാലും 2 ദിവസം കൊണ്ട് 245 കോടിയായിരുന്നു. മൂന്നാമത്തെ ദിവസം 300 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും 4 ദിവസം കൊണ്ട് 404 കോടിയിലും കൂടുതലാണ്. എന്തായാലും 4 ദിവസം കൊണ്ട് 404 കോടിയിലും കൂടുതലാണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത്ര 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആകെ 455 കോടി ആയിട്ടുള്ളൂ. കാരണം പടത്തിന് മോശം അഭിപ്രായമാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടം സ്ലോ ആയിരിക്കുന്നു കളക്ഷൻ്റെ കാര്യത്തിൽ. പിന്നെ ലോകേഷ് കനകരാജിൻ്റെ പടങ്ങളിൽ ഏറ്റവും വേസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഡൗൺ ആയ പടം ഇതാണെന്നുള്ളതാണ്. പിന്നെ ലോകേഷ് കനകരാജ് അടുത്തായിട്ട് കൈതി 2 കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായത്. എനിക്കും ആഗ്രഹം കൈതി 2 വരണം എന്നുള്ളതിന്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷേ കൈതി 2 ആയിരിക്കില്ല അടുത്തായിട്ട് വരാൻ പോകുന്നത്. കാരണം ആളുടെ സാലറിയുടെ എന്ന് വെച്ചാൽ ലോകേഷ് കനകരാജിന് കിട്ടാൻ പോണ സാലറിയുടെ ഇഷ്യൂ കാരണമാണ് ഇത് മാറണമെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ലോകേഷ് കനകരാജ് കൂലിക്ക് 60 കോടിയാണ് നേടിയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ സാലറി ആയിട്ട്. അപ്പോൾ കൈതി 2-ന് 75 കോടിയൊക്കെ ചോദിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് എടുക്കാൻ പോകണം രാജ് കമൽ ഫിലിം ഇൻ്റർനാഷണൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കമൽഹാസനും രജനീകാന്തും കൂടി അഭിനയിക്കുന്ന പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് സംഭവിക്കുമെന്നുള്ള അറിയത്തില്ല. പക്ഷേ ഇതാണ് അടുത്ത പടം ലോകേഷ് കനകരാജിൻ്റെ ആയിട്ട് വരാൻ പോകണമെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൈതി 2 വരാനാണ് എനിക്ക് താല്പര്യം. പിന്നെ മദ്രാസി എന്ന് പറഞ്ഞ പടത്തിൻ്റെ എക്സ്റ്റൻഡഡ് ഗ്ലിംസ് ഇപ്പോൾ തിയേറ്ററിലൊക്കെ കളിക്കുന്നുണ്ട്. കൂലി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ വന്നിട്ടുള്ളതാണ് എക്സ്റ്റൻഡഡ് ഗ്ലിംസ്. എന്തായാലും പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞു കൊടുക്കുന്നത് 2 മണിക്കൂർ 45 മിനിറ്റാണ്. സെപ്റ്റംബർ 5 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ചെയ്യും. അത് നാളെ നടക്കുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിന് സ്ക്രീനിൽ കാണിക്കാം. എപ്പോഴാണെന്നുള്ള അറിയിച്ചിട്ടില്ല. മിക്കവാറും അതിൻ്റെ ഒരു പോസ്റ്ററും വരും. പിന്നെ മമ്മൂട്ടി കുറച്ച് കാലമായിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ തീർന്നുകൊണ്ട് ആൾ തിരിച്ചു വരിക എന്നുള്ള അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കളങ്കാവലിൻ്റെ ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പടത്തിൻ്റെ ടീസർ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ സെൻസറിങ്ങൊക്കെ കഴിഞ്ഞ് 53 സെക്കൻഡാണ് ടീസറിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. മിക്കവാറും മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അതേമാതിരി MM-ൻ്റെ ഷൂട്ട് ഒക്ടോബറിലായിട്ട് തീരും എന്നുള്ളതാണ് കേൾക്കുന്നത്. സെപ്റ്റംബറിലായിട്ട് മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തീർന്നിട്ട് പടം പുറത്തിറങ്ങട്ടെ, ഗംഭീരമാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.